SDP ഇംഗ്ലീഷിനെ പിന്തുണയ്ക്കുന്നു പരസ്യമായി കോൺഗ്രസ് നേതാക്കളെ തള്ളി പറഞ്ഞിട്ടില്ല, ആരുടെ വോട്ടും സ്വീകരിക്കും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവിൻ്റെയും MMSന്റെ നിലപാട്. അപ്പോൾ അക്കാര്യത്തിൽ ചില കോൺഗ്രസ് നേതാക്കൾ കൊല്ലപ്പെട്ട കേസുകളിൽ പോലും SDP-ക്കാർ പ്രതിപട്ടികയിൽ വന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ ആ കൂട്ടുകെട്ടിനെ എങ്ങനെ കാണുന്നു? അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് തരത്തിൽ കൂട്ടുകെട്ടുകയാണ്. ഒന്നിപ്പോൾ SDP-യുടെ പിന്തുണ ഈ രൂപത്തിൽ വന്നിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ മൈനോറിറ്റി ആ താല്പര്യത്തോടൊപ്പം നിൽക്കും, അവർ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അവരെ സംബന്ധിച്ച് മാത്രമല്ല നാടിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് തന്നെ ഉള്ളത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടും അതിൻ്റെ ചട്ടങ്ങളുമാണ്. ഉറങ്ങാൻ പോയ ഖാർഗെ ഇതുവരെ ഉണർന്നെണീറ്റ് വന്നിട്ടില്ല, ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അങ്ങനെ അഭിപ്രായം പറയാത്ത ഒരു വിഭാഗത്തിന് വോട്ട് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു പാർട്ടി പറഞ്ഞാൽ ഏതെങ്കിലും കാരണത്താൽ ഇവ ന്യൂനപക്ഷങ്ങൾ ഇവരങ്ങ് സംരക്ഷിച്ച് കളയും എന്ന് കരുതി അതിനൊപ്പം നിന്നിരുന്ന ആളുകൾ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി പോകുമോ? ഇപ്പോൾ വേറൊരു മൈനോറിറ്റി നോക്കുക. ഇപ്പോൾ മണിപ്പൂർ നോക്കിയാൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, മണിപ്പൂർ ഈസ്റ്റർ ഞെട്ടിപ്പിക്കുന്നതാണ്, മറ്റു കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. മണിപ്പൂരിൽ BJP സർക്കാരെ കൊടുത്തതാരാ? 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മണിപ്പൂരിൽ കോൺഗ്രസിന് 28 സീറ്റുണ്ടായിരുന്നു. അവന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ റെക്കോർഡ് സീറ്റ് 42 സീറ്റ് നേടി. 30 സീറ്റാണ്, 31 വേണം ഭൂരിപക്ഷത്തിന്. 2017 അവർക്ക് 28, BJP-ക്ക് 21. ഹൈക്കമാൻഡിൽ നിന്ന് ഒരാൾ പോലും മണിപ്പൂരിലേക്ക് പോയില്ല. 2 സീറ്റിൽ പോലെ തൃണമൂലിന് സീറ്റുണ്ട്, അതുപോലെ LJP-ക്ക് സീറ്റുണ്ട്, സ്വതന്ത്രനുണ്ട്. അവിടുത്തെ പ്രാദേശിക പാർട്ടികളുണ്ട്. ഈ പാർട്ടികൾ മുൻപ് കോൺഗ്രസിൻ്റെ ഒക്കെ ഭാഗമായിരുന്നവരാണ്. അവരൊന്നും സമീപിക്കാതെ കാഴ്ചക്കാരായിരുന്ന് 21 പേരുണ്ടായിരുന്ന BJP-യെ സർക്കാർ രൂപീകരിക്കാൻ 28 പേരുണ്ടായിരുന്ന കോൺഗ്രസ് അവസരം ഒരുക്കി. എന്ന് മാത്രമല്ല ഒരു മുഖ്യമന്ത്രിയും കൊടുത്തു, ബീരൻ സിംഗ്, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അപ്പം മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങളെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ BJP-ക്ക് അവസരം നൽകിയത് കോൺഗ്രസ്. ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും നൽകിയത് കോൺഗ്രസ്സാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് വല്ലാതെ ചുരുങ്ങി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും BJP-യായി മാറാവുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിന് വോട്ട് ചെയ്യാൻ ഇപ്പോൾ SDP-ഐ പോലുള്ളൊരു പാർട്ടിക്ക് അകത്ത് അതിനെ പിന്തുണച്ചിരുന്ന കുറേ ന്യൂനപക്ഷങ്ങൾ ഉണ്ടാവുമല്ലോ, അവർ പോലും ഇതിനോടൊപ്പം നിൽക്കില്ലല്ലോ. കാരണം ആസാം ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ കോൺഗ്രസ് കൂടി ചേരുന്ന ഒരു ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് BJP വിരുദ്ധ ഗവൺമെൻറ് വന്നാലും ആ ഗവൺമെൻറ്റിനുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും LDF-ൻ്റെ MP-മാർ. ഇപ്പോൾ ആസാം മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്താ? അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവാണ്, BJP നേതാവാണ്, ഇപ്പോൾ മുൻ കോൺഗ്രസ് നേതാവാണ്. അങ്ങനെ കുറേ ഉണ്ട്. അരുണാചൽ നിങ്ങൾ നോക്കിക്കോ. അരുണാചലിൽ നല്ല കംഫർട്ടബിൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി 42-ൽ 41 MLA-മാരും കൊണ്ട് നേരെ BJP-യിലേക്ക് പോയില്ലേ. വേറൊരു പാർട്ടിയിൽ ആദ്യം വേറൊരു ബാങ്കിലേക്ക് പോയി, പിന്നെ BJP-യിലേക്ക് പോയി. അങ്ങനെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്നയാൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും BJP മുഖ്യമന്ത്രിയായി. എന്ന് മാത്രമല്ല കോൺഗ്രസ് വിമുക്ത അരുണാചൽ പ്രദേശ് ഉണ്ടാക്കി. ആര്? കോൺഗ്രസ് തന്നെ. ഇതൊക്കെ കാണുകയല്ലേ ജനങ്ങൾ. അപ്പം ന്യൂനപക്ഷങ്ങൾ, അത് ഏത് ന്യൂനപക്ഷമാകട്ടെ, അവർ എങ്ങനെ ഇതിനകത്ത് വിശ്വസിക്കും? ഇതാണല്ലോ അവരുടെ സ്ഥിതി. അപ്പം ആസാം മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസിൻ്റെ MLA-മാരും MP-മാരും BJP-ക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റാണ്, അവർ ഒന്നിച്ചെടുക്കില്ല. ഇപ്പോൾ 2 പേരെ കുറവുണ്ടെങ്കിൽ 3 പേരെ പിൻവലിക്കുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നിച്ച് വലിച്ചുകൊണ്ട് പോവില്ല, ആവശ്യത്തിന് വലിക്കുന്നുള്ളൂ. ഇതാണ് ആസാം മുഖ്യമന്ത്രി പറഞ്ഞത്. ഞങ്ങൾ പറയുന്നതോ BJP ഇവരെ സർക്കാർ ആര് രൂപീകരിക്കുമ്പോൾ സാഹചര്യം വന്നാലും അതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-മാർ. 2004-ൽ 61 ഇടത് MP-മാർ കോൺഗ്രസിനെ തോൽപ്പിച്ചു വന്നവരാണ്. പക്ഷേ BJP-യെ മാറ്റി നിർത്താൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ പോലും ഞങ്ങൾ 1/2 മിനിറ്റ് എടുത്തില്ല. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ പല വാർത്തകളും വരുന്നുണ്ടല്ലോ. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെ സഹായിച്ചു എന്ന് BJP-യുടെ ഓഫീസ് സെക്രട്ടറിയുടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അവർ പിൻവലിക്കാൻ വരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ. കാരണം ആവശ്യം വന്നിട്ടില്ല. ആവശ്യം വന്നിരുന്നെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും അവരെടുത്തേനെ. അതാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഒരു വശത്ത് SDP ആയിട്ടും മറുവശത്ത് BJP-യൊക്കെ ധാരണയുണ്ടാക്കുന്നു. ഏത് ധാരണ ഉണ്ടാക്കുമ്പോഴും കേരളത്തിലെ മതനിരപേക്ഷവാദികൾ, മതന്യൂനപക്ഷങ്ങൾ, ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ കോൺഗ്രസിനെ അതിൻ്റെ നിലപാടിനെ വിശ്വസിക്കും എന്ന് പൊതുവെ കരുതുമില്ല. അത് നന്നായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.